അങ്ങനെ ഇന്ന് 24ാമത്തെ ദിവസമായി. വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടാ. കാരണം ജോലിക്ക് കഴിഞ്ഞ് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. നല്ല ടയേർഡായിട്ടേ ഉള്ളൂ. പക്ഷേ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച്. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നല്ല മടുപ്പായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഒരു സ്റ്റക്കായ പോലെയാണ് ഇപ്പം ഫീൽ ചെയ്യുന്നത്. മുന്നോട്ട് എന്ത് ചെയ്യണമെന്നും അറിയില്ല, വഴിയും കാണുന്നില്ല. പക്ഷേ നിർത്തി പോകാൻ താല്പര്യവും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ ഒരു മൈൻഡാകെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന പോലെ ആണിപ്പോൾ കറൻ്റ്ലി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കട്ടൊന്നും ചെയ്യാത്ത ഒരു വീഡിയോ ആയിരിക്കും. ഒരു 7-8 മിനിറ്റ് വെറുതെ തന്നെ നടന്നാക്കി ഫോൺ പിടിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടില്ല. ഇപ്പോൾ ഏകദേശം പകുതി മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ശൂന്യത എന്നെല്ലാം പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഒരു എംപ്റ്റിനെസ് എന്നെല്ലാം പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഇത് അനുഭവിച്ചില്ലവർക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ഈ ഒരു 365 ഡേയ്സ് വ്ലോഗ് ചലഞ്ച് നമ്മൾ തുടങ്ങിയിട്ട് അത് പകുതിക്ക് വെച്ച് നിർത്തി പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ നിർത്തി പോകാനുള്ളൊരു മൈൻഡ് വരെ എത്തി. പക്ഷേ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ആകണം. ഇപ്പോൾ തന്നെ ഇത്രയും നാൾ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അന്ന് വീഡിയോ എടുത്തിനെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്മെൻ്റ് ആയതിനെ എന്നുള്ളൊരു റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ ഇല്ല, എൻ്റെ പറമ്പല്ല, ആര് പറമ്പ്. അതാണ് മൈക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രയൽ റീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർ. പക്ഷേ ഈ ഒരു ബാക്കിയുള്ളവരെന്ത് തേങ്ങ വിചാരിക്കുന്നില്ല കാര്യം ചിന്തിച്ച് നടക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെക്കോർഡാവുന്നുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ട്രയൽ റീൽസ് പറഞ്ഞാൽ നമ്മളെ ഫോളോവേഴ്സ് കാണൂല. അപ്പം ബാക്കി അത് അറിയുന്നവർ കാണണമെന്നില്ല ഒരു ചാൻസ് അവിടെ കുറഞ്ഞു കിട്ടും. നമുക്ക് തീരെ അറിയാത്തവരിലേക്കായിരിക്കും ആ റീല് പോലെ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രയൽ റീലായിട്ട് ഇട്ടാൽ അത് അറിയാത്ത ആൾക്കാരിലേക്ക് എത്തും. അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ റീച്ചാവും. അങ്ങനെ റീച്ചാവുന്ന വീഡിയോ മാത്രം നിങ്ങൾ പബ്ലിക് ആക്കിയാൽ മതി. ഇതുപോലെ ഒരു വീഡിയോ പോലും എടുക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. ഇന്നലെ ഒരു സിനിമ കണ്ട്. ഞാൻ ഈ പറയുന്ന എംപ്റ്റിനെസ് അല്ലെങ്കിൽ ശൂന്യത താരകമ്മല ശൂന്യത എന്നെല്ലാം ആ ഒരു ഭയങ്കര മടി പിടിച്ചിരിക്കുന്നതാണ് ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ റീല് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നതാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സിനിമ ഫുള്ളായിട്ട് കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ. സിനിമ ഡൗൺലോഡ് ചെയ്യും, കാണാനിരിക്കും, മടിയാവും, അത് ഇൻസ്റ്റയിൽ പോകും, സ്ക്രോൾ ചെയ്യും, ഇങ്ങനെ വെറുതെ സമയം കളയാം. അത് ഒന്ന് നിർത്താൻ വേണ്ടി എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ഇന്നലെ ഇരുന്നൊരു സിനിമ കണ്ട്. അത് സിനിമേൻ്റെ പേര് എ ബ്രദർ ആൻഡ് 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിബ്ലിങ്സ് എന്ന് പറഞ്ഞൊരു സിനിമ. എ ബ്രദർ ആൻഡ് 7 സിബ്ലിങ്സ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ റീലെല്ലാം കണ്ട് ഞാൻ ഡൗൺലോഡാക്കി വെച്ചതാണ്. കുറേ ദിവസങ്ങളായി ഡൗൺലോഡാക്കിയിട്ട് അവിടെ എൻ്റെ ഫോണിൽ കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ അത് എടുത്തിരുന്ന് കണ്ട്. നല്ല കിട്ടില്ല സിനിമ. താല്പര്യമുള്ളവർ കണ്ടുനോക്കുക. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അത് വന്ന് കമൻറ്റിൽ പറയാം ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പം അടിപൊളി സിനിമയാണ്. കണ്ടവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനിതെല്ലാം പറയുന്നത് സിനിമ കാണുന്നതും ട്രാവലിംഗ് ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോകളിലെല്ലാം പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാർച്ച് 25
2026 3 മാസം കഴിയാനായി. ഒരു തേങ്ങ ആയിട്ടാണ് ഈ മാർച്ചിൽ 29 വയസ്സായി. എന്നിട്ടും ഒരു തേങ്ങ. ഞാൻ എൻ്റെ പിറന്നാളിന് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നെല്ലാം പറഞ്ഞൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതും പാളിപ്പോയി. അന്നൊക്കെ ശോകം എന്നെല്ലാം പറഞ്ഞ അമ്മാതിരി ശോകത്തിലാണ് ഉണ്ടായത്. പിന്നെന്താ, സ്ഥിരമായിട്ട് കാണുന്ന 2-3 പേരായിട്ടുണ്ട്. അത്ര സബ്സ്ക്രൈബേഴ്സില്ല. അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ചെയ്ത് തുടങ്ങടൂ. കണ്ടന്റ് ക്രിയേഷനെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് തുടങ്ങാം. എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറയുന്നത് ഞാൻ. അപ്പോൾ എന്നാലും ഇതാരതാ പിന്നെന്താ പരിപാടി? ഇന്നൊന്നും പരിപാടിയില്ല. പണിക്ക് പോയ വന്ന കൊല്ലത്തിലുണ്ട് അത്ര. ഞങ്ങൾക്കൊക്കെ പൊടിയും വേർപ്പെല്ലാമാണ്. ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, ചായ കുടിക്കാൻ പോകണം. എല്ലാ ദിവസത്തെയും വൈകുന്നേരത്തെ പരിപാടിയാണ് ചായ കുടിക്കാൻ പോയി. എല്ലാവർക്കും അതുതന്നെയായിരിക്കും പരിപാടി. ഒരു 4 മണി 5 മണിയെല്ലാം ആവുന്ന സമയത്ത് ഒരു ചായ കിട്ടിയില്ലെങ്കിൽ തലവേദനയാണ്. ഇപ്പം ഈ വാറിൻ്റെ എല്ലാം കാരണം കൊണ്ട് ചായയും ഇല്ല. അവിടെ ചായയും കിട്ടാനില്ല. ഷോപ്പെല്ലാം ഹോട്ടലെല്ലാം പൂട്ടിപ്പോലെ. അപ്പം അങ്ങനെയെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ശരി, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. വെറുതെ വീഡിയോ വലിച്ചിട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ. ബൈ.